നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവരും നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ആൻഡ് സെൻസെക്സ് ഈ മൂന്ന് ഇൻഡെക്സിൻ്റെ അനലൈസിസ് ചെയ്യും. ഈ അനലൈസിസ് നാളത്തേക്കുള്ള അനലൈസിസ് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലെവൽസ് എല്ലാം ഫുൾ അനലൈസിസ് എല്ലാം നമ്മുടെ ലേണിംഗ് പർപ്പസിനാണ്, ഓൺലി ഫോർ സ്റ്റഡി പർപ്പസ് ആണ്. സോ ലേൺ ചെയ്യുക, ഏൺ ചെയ്യുക, അതാണ് നമ്മുടെ പർപ്പസ്, റൈറ്റ്? സോ നമ്മുടെ നിഫ്റ്റി ചാർട്ടിലേക്ക് കിടക്കാം ഫാസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ വീഡിയോ ആക്ച്വലി ലേറ്റ് ആയിട്ടാണ് പറഞ്ഞത്. വെച്ചാൽ ഞാൻ ആക്ച്വലി കംഫർട്ടബിൾ എന്ന് വെച്ചാൽ സുഖം ഉണ്ടായിരുന്നില്ല. ഞാൻ ഒന്ന് പുറത്ത് പോയിച്ച് ഒരു ഔട്ടിംഗ് ഉണ്ടായിരുന്നു ഫാമിലി ആയിട്ട്. സോ വന്നത് ഇന്നാണ്, 2 ദിവസം ഉണ്ടായിരുന്നു. സോ സുഖമില്ല. വീഡിയോ 3 എക്സ്പ്ലനേഷൻ തരാൻ കംഫർട്ടബിൾ അല്ല കേട്ടോ. സോ 3 എക്സ്പ്ലനേഷൻ തരാൻ പറ്റില്ല. ബട്ട് യെസ്, ഇൻ ഷോർട്ട് എന്തെങ്കിലും ചെയ്യാം. കാരണം ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ പുതിയതായിട്ട് ഈ വീക്കെൻഡിൽ ചേർന്ന് ഒത്തിരി വ്യൂസും കിട്ടി. നന്നായിട്ട് എല്ലാവരും സപ്പോർട്ടിങ് ആണ്. താങ്ക് യു സോ മച്ച് ദോസ് ആർ സപ്പോർട്ടിങ്. ഇനി ചാർട്ടിലേക്ക് കിടക്കാം. ഓക്കെ, സോ നിഫ്റ്റി ചാർട്ട് ഇത്രയ്ക്ക് ലെവൽസ് ഇങ്ങനത്തെ ഒരു ഫുൾ ട്രെൻഡ് ലൈൻ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ ലാസ്റ്റത്തെ വീഡിയോയിൽ നമ്മളെ കൊടുത്തിട്ടുണ്ടായിരുന്നു, റൈറ്റ്? വീക്കെൻഡിൽ ഒരു വീഡിയോ ആണ്, നിങ്ങൾ എല്ലാവരും കണ്ടേക്കണേ. സോ എന്തായി പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അത്യാവശ്യം ഒരു ഗ്യാപ് ഡൗൺ ആയിരുന്നു. ആൻഡ് ദെൻ ഫുൾ റിക്കവറിയാണ്. ഓക്കെ, റിക്കവറി എന്തിനാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ഈ 22,800 നല്ല ഒരു സപ്പോർട്ട് സോണായിട്ടാണ് മാറി കിടക്കുന്നത്. ആ ഒരു ഏരിയ അവിടെ താഴെ ഡിപ്പ് വന്നാൽ അവിടെ നിന്ന് വീണ്ടും ബൈങ് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. സോ അതാണ് ആ ഒരു ബൗൺസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ ഒരു റെഗുലർ ബൗൺസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് റെഗുലർ ബേസിസിൽ. ഇന്ന് മോർണിംഗ് വീണ്ടും ഒരു ട്രാപ്പ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വീണ്ടും മുകളിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് പ്രൈസ്. ഫസ്റ്റ് 15 മിനിറ്റ് സ്റ്റാർട്ടിൽ നമ്മൾ നോക്കാം. 15 മിനിറ്റ് ആയിട്ട് മുകളിൽ നിന്ന് ആ ഒരു വന്ന ഫോൾ, ഈ ഒരു ഫോൾ ഉണ്ടല്ലോ, ഈ ഒരു ഫോൾ നമുക്ക് കൗണ്ട് ചെയ്യണമെങ്കിൽ 1, 2, 3, 4 and 5 5 മൂവ്. ഈ ഫോളിൻ്റെ ഏത് ലെഗാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്? ഇവിടെ നിന്ന് ഇവിടെ വരുന്നത്. ഞാനൊന്ന് ജസ്റ്റ് ഒരു ട്രയാങ്കിളിൽ ഒരു ബോക്സ് ഞാൻ കാണിച്ചു തരാം എന്താ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ലെഗ്. ഓക്കെ, ഇവിടെ നിന്ന് ഈ ഒരു വന്ന ഫോൾ, ഇതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, റൈറ്റ്? കണ്ടോ, ഈ ഒരു ഫോളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഇത്ര വല്ല ഇവിടെ നിന്ന് ഇവിടെ വരെ വന്ന ഒരു ഫോൾ. ഇത് കണ്ട ഈ ഒരു ഫോൾ നമ്മുടെ എപ്പോഴും നമ്മൾ എലിയറ്റ് വേവ് ബേസിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത്. കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ എലിയറ്റ് വേവിലാണ്. ന്യൂ സബ്സ്ക്രൈബർ ശ്രദ്ധിക്കുക. ഏത് ഫോൾ ആയാലും എന്തായാലും മോസ്റ്റ്ലി കയറുന്നത് ഇറങ്ങുന്നത് 5 മൂവ്സിലാണ്. 1, 2, 3, 4, 5 മൂവിലാണ് നമ്മുടെ ഒരു ഫോൾ നടക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ ഫോൾ ഇവിടെ നിന്ന് ഈ ട്രെൻഡ് ലൈൻ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് ഫോൾ വന്നിങ്ങനെ കണ്ടോ, 1, 2, ഇത് 3 ഇവിടെ ഇത് ഒരു ഡബിൾ ബോട്ടം, ദെൻ 4 വീണ്ടും മുകളിലേക്ക്, ദെൻ 5 ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, സോ 5 കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് മോർണിംഗ് തന്നെ ഗ്യാപ് ഡൗൺ ആയിട്ട് താഴെ സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലേക്ക് കയറി. അവിടെ മുകളിലേക്ക് പോകാൻ നേരത്തെ ഇവിടെ ഒരു ബൗൺസ് സപ്പോർട്ടാണല്ലോ. അത് ഞാൻ കുറേ ദിവസമായിട്ട് നിങ്ങൾ പഴയ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം. ന്യൂ വ്യൂവേഴ്സ് എല്ലാവരും കൂടി, ന്യൂ സബ്സ്ക്രൈബേഴ്സ്, ന്യൂ വ്യൂവേഴ്സ് എല്ലാവരും കൂടി കാണണം. പഴയ വീഡിയോസ് മസ്റ്റായിട്ട്, അതിലേക്ക് മിക്ക വീഡിയോസ് ഞാൻ പറഞ്ഞേക്കാനാണ് നമ്മുടെ ഈ ഒരു ഫുൾ ഇവിടെ ഇഷ്ടംപോലെ സപ്പോർട്ട്സാണ് വന്നേക്കുന്നത്. സോ ഇവിടെ വന്ന ബൗൺസ് വരും. ഞാൻ ഈ ഫ്രഷ് ബൈങ് അല്ല പറയണത്, ഇവിടുന്ന് ഫ്രഷ് ബൈങ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടുന്ന് ബൗൺസ് വരും ഇൻട്രാഡേ പർപ്പസിൽ, റെഗുലർ ബേസിസിൽ. ഓക്കെ, അതാണ് ഇന്ന് വീണ്ടും ഒരു സപ്പോർട്ട് എടുത്ത് വീണ്ടും ബൗൺസും. ഇവിടെ നിന്ന് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ സ്ട്രക്ചർ അങ്ങനെ തന്നെയാണ്. 5 മൂവ്സിലാണ് മുകളിലേക്ക് പോയിരിക്കുന്നത്. കണ്ടോ, 1, 2, 3, 4 ആൻഡ് ദെൻ ഫുൾ 5. ഓക്കെ, സോ 5 സ്ട്രക്ചർ ഞാൻ ഒന്നുകൂടി ഡീപ്പാക്കി ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ 1 മിനിറ്റ് ചാർട്ടിലാണ്. 1 മിനിറ്റ് ചാർട്ടിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഇത് കണ്ടോ. സോ ഇന്നത്തെ ഡേ ലോ ഇതായിരുന്നു. ഓക്കെ, മുകളിൽ പോയി പ്രൈസ് താഴേക്ക് വന്നു. താഴേക്ക് 81.80% ആണ് ഇവിടെ സപ്പോർട്ട് എടുക്കുന്നത്. നമ്മൾ ഇല്ലിയറ്റ് വേവിൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ പ്ലീസ് പോയി കാണണം. പ്ലേ ലിസ്റ്റിൽ ഇല്ലിയറ്റ് വേവിൻ്റെ 2 വീഡിയോസാണ്, പ്രോപ്പർ വീഡിയോസാണ്, 1, 2, 3, 4, 5. അത് കാണണം. അതിന് ആക്ച്വലി ഡീപ്പ് ക്ലാസ്സസ് അപ്കമിങ് ടൈമിൽ ഉണ്ടാവുകയുള്ളൂ. ബട്ട് എലിയറ്റ് വേവ് എന്താണ് ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് വെച്ചേക്കാനാണ്, ക്ലിയർ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും കാണണം മസ്റ്റായിട്ട്. ഓക്കെ, സോ ഇവിടുന്ന് ഫോൾ വന്നിങ്ങനെ 1, 2, ഇത് 3 ആയിരുന്നു. ആൻഡ് ദെൻ ഇത് ഫുൾ 4 ആൻഡ് ഇവിടെ വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് ആൻഡ് 5. ഓക്കെ, സ്ട്രക്ചർ ഫുൾ 5 മൂവിൽ അവർ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ നമ്മൾ സ്മോൾ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ കണ്ടോ, ഇവിടെ ഒരു എൻഡിങ് ഡയഗണൽ പാറ്റേൺ വീണ്ടും ഇവിടെ ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട, സോ ദാറ്റ് മീൻസ് ഒരു താഴേക്ക് വീണ്ടും ഒരു ചാൻസസ് ഉണ്ട്, പ്രൈസ് വീണ്ടും താഴേക്ക് വരാനുള്ള ഒരു ചാൻസസ് വരുന്നുണ്ട്. കാരണം 5 മൂവ് ആയി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട്. ഞാനിപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ഇത് കണ്ടോ, ചെറിയൊരു ബ്രേക്ക് ഡൗൺ ആയി കിടക്കണതാണ്. ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ആയിട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യണം. ഇത് നമുക്ക് ആവശ്യമില്ല. സോ ഞാൻ ആദ്യം എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു താഴേക്കാണ്, ഒരു പ്രൈസ് താഴേക്ക് വരണം. അത് എവിടെ നിന്ന് വരണം? നമ്മുടെ കറക്റ്റ് റെസിസ്റ്റൻസ് ആണ് ഇത് കേട്ടോ. ഞാൻ ലാസ്റ്റ് വീഡിയോ കൊടുത്ത റെസിസ്റ്റൻസ് ആണ് അവിടെ തന്നെ റെസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൈസ്. പിന്നെ അവിടെ തന്നെയാണ് 5 മൂവ് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ പ്രൈസ് ഇവിടെ നിന്ന് മോർണിംഗ് നാളെ ഫ്ലാറ്റ് ഓപ്പണിംഗ് സംതിങ് ഇങ്ങനെ ആണെങ്കിൽ, ഓക്കെ, സോ പ്രൈസ് ഇപ്പോൾ ലേറ്റസ്റ്റ് ടോപ്പ് ഇതാണ്.
81.20% വരേണ്ടതാണ്. ദാറ്റ് മീൻസ് ഈ ഒരു ഏരിയ 22,770 ഈ ഏരിയയിൽ പ്രൈസ് വീണ്ടും വരേണ്ടതാണ്. ഓക്കെ, ഇവിടുന്ന് റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ തേർഡ് വേവ് സ്റ്റാർട്ട് ആവും. മനസ്സിലായോ? ബിഗർ ടൈം ഫ്രെയിമിൽ തേർഡ് വേവ് 50 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ തേർഡ് വേവ് സ്റ്റാർട്ട് ആകും മുകളിലേക്ക്. ഓക്കെ, സോ നമുക്ക് നാളത്തേക്ക് ലെവൽ നമ്മുടെ മസ്റ്റായിട്ട് മെയിൻ ലെവലാണ് 22,770. ഓക്കെ, അതാണ് നമ്മുടെ മെയിൻ. ആൻഡ് ദെൻ ഇന്നത്തെ ഹൈ 22,970 റെസിസ്റ്റൻസ് ആയിട്ടാണ് മാറിയിരിക്കുന്നത്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ഇൻ കേസ് ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ, സോ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഓപ്പണിംഗ് ഫസ്റ്റ് നിയറസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് ഏതായിരിക്കും? ഈ ഒരു ഫുൾ കൗണ്ട് ചെയ്യണം നമ്മൾ. ഈ ഒരു ഹൈ ആൻഡ് ദെൻ ഇന്നത്തെ ബോട്ടം കേട്ടോ, അത് 61.80% വരേണ്ടതാണ്. അത് ഏതാ റെസിസ്റ്റൻസ് ചെയ്താൽ 61.80%. സോ 22,040. ഓക്കെ, 22,040 അത് ഒരു റൂളാണ്. റൂളാണ് അത് അവിടെ വരെ വരേണ്ടതാണ്. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു നല്ലൊരു ഫോൾ കൂടി പ്രൈസ് ഇവിടെ കൺസോളിഡേറ്റ് ആൻഡ് റെഡ് ക്യാൻഡിൽ സഡൻ ഒരു റെഡ് ക്യാൻഡിൽ, അതാണ് ഓട്ടോമാറ്റിക്കലി അതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് മാർക്ക് അതൊക്കെ റെസ്പെക്റ്റ് ചെയ്യും. ഓക്കെ, സോ പിന്നെ ഇനി നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നത് ഈ ഏരിയയ്ക്ക് 22,135. അപ്പോൾ ഈ റെഡ് ക്യാൻഡിലിൻ്റെ ഹൈ ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു, ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു, ആൻഡ് ദെൻ ഇവിടെ വീണ്ടും റെസിസ്റ്റൻസ് എടുത്തു. സോ ഈ ഒരു സോൺ നാളത്തേക്ക് നല്ല ഒരു റെസിസ്റ്റൻസ് സോൺ ഏതാണ്? 23,050 ആൻഡ് 23,130. സോ ഇത് ഫുള്ള് റെസിസ്റ്റൻസ്. സോ നാളെ ഓപ്പണിംഗ് അവിടെ ആണെങ്കിൽ വീണ്ടും അവിടുന്ന് പ്രൈസ് താഴേക്ക് തന്നെ വരേണ്ടതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു സമയത്ത് എന്ത് ചെയ്യുക? ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ പ്രൈസ് ഇവിടെ എവിടെയെങ്കിലും നമ്മൾ ബോട്ടം എടുക്കാം, ബോട്ടം ടു ആ ഒരു ടോപ്പ് ഇവിടെ നാളെ ഗ്യാപ്പ് അപ്പ് ആവുന്നത് നാളത്തെ ടോപ്പ് ഫസ്റ്റ് ചെയ്തായിരിക്കും മോർണിംഗിൽ, അവിടെ വരെ നമ്മൾ പ്രൈസ് കൊണ്ടുപോകും. ആൻഡ് ദെൻ പിന്നെയാണ് നമ്മൾ നോക്കുന്നത് 81.20% അവിടെ നോക്കും. ഈ ഒരു 81.20. സോ അങ്ങനെയാണ്. പിന്നെ എന്താ വെച്ചാൽ ഒത്തിരി പേർക്ക് ഡൗട്ട് ഉണ്ടാവും. സോ ഡൗട്ട് വെക്കേണ്ട, കാരണം ഞാൻ കമൻറ്റ് സെക്ഷനിൽ റെഗുലർ യൂട്യൂബ് എൻ്റെ ഈ ചാനലിൽ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ മോർണിംഗ് തന്നെ ലെവൽസ് ഞാൻ അങ്ങനെ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ന്യൂ ലെവൽസ് ഞാൻ അവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കമൻറ്റ് സെക്ഷനിൽ ആക്റ്റീവ് ആവുകയാണെങ്കിൽ അവർ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നു. ഓക്കെ, സോ അത്രേ ഉള്ളൂ. ഇനി ഇന്നത്തെ ഒരു എക്സ്പ്ലനേഷൻ, കൂടുതൽ എക്സ്പ്ലനേഷൻ പ്ലീസ് ഇന്ന് വേണ്ട കേട്ടോ. നെക്സ്റ്റ് ഡേ എന്തായാലും നമുക്ക് ബിഗർ ടൈം ഫ്രെയിമിലുള്ള എല്ലാം കൂടി അനാലിസിസ് നമുക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ഇന്നത്തെ ഒരു സപ്പോർട്ട് കൂടി നല്ലൊരു സപ്പോർട്ട് സോൺ ഉണ്ടായി 22,800. അതുകൂടി ഒന്നും മറക്കരുണ്ട, കാരണം 2-3 പ്രാവശ്യം സപ്പോർട്ട് എടുത്തായിരുന്നു. സോറി, ഇവിടെ കണ്ടോ, ഇന്ന് അത് ബ്രേക്ക് ആയില്ല. രാവിലെ ബ്രേക്ക് ഡൗൺ ആയി, ദെൻ വീണ്ടും 2-3 പ്രാവശ്യം കൂടെ സപ്പോർട്ട് എടുത്ത് പിൻ ബാർ പോലെ ഫോം ആയിട്ടുണ്ടായിരുന്നു 22,800. സോ അതാണ് ആ ഒരു നല്ല ഒരു സപ്പോർട്ട് സോണായിട്ടാണ് ഇന്ന് മാറിയിരിക്കുന്നത്. ആൻഡ് 22,770 കൂടി ആണ് നമ്മുടെ ഈ ഒരു ലെവൽ. ഓക്കെ, എത്രയായി? പിന്നെ ഇനി ഫർദർ ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ ഇന്നത്തെ ഡേലോ ബ്രേക്ക് ഡൗൺ ആയാൽ സസ്റ്റെയിൻ ആവണം ക്യാൻഡിൽ, എന്നിട്ട് അല്ലെങ്കിൽ അവർ വീണ്ടും പ്രൈസ് താഴെ കൊണ്ടുവരും. പിന്നെ ഒരു ABC എനിക്ക് തോന്നുന്നത് ഷോർട്ടർ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ABC കറക്ഷനാണ്. ലാസ്റ്റ് വീഡിയോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. കാരണം വെച്ചാൽ ലാസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ റെഗുലർ വ്യൂവേഴ്സ്ക്ക് അറിയാം, അത് ABC കറക്ഷനാണിത്. സോ ഇവിടുന്ന് ഇവിടെ വരെ ഈ ലെഗ് A ആൻഡ് ഇത് B ആൻഡ് C മുകളിലേക്കാണ് പോകേണ്ടത്. അതെപ്പോഴും C കംപ്ലീറ്റ് ആവുന്ന A അബവ് ആണ്, മോസ്റ്റ്ലി അങ്ങനെയാണ്. ഓക്കെ, അത് നമുക്ക് നോക്കാം, ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം പിന്നെ ഫർദർ. ഇന്നത്തെ ക്യാൻഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്, കണ്ടോ. ബട്ട് ക്ലോസിങ് ഈ ലോഡ് ബിലോ വരുന്നില്ല, 22,800 ബിലോ വരുന്നില്ല ക്ലോസിങ്. നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ബാക്കി ഇനി വേഗം ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ബാങ്ക് നിഫ്റ്റി അനാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ആയിരിക്കും, കണ്ടോ. സോ അതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് ആയി. ആൻഡ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇപ്പോൾ എടുക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, കറക്റ്റ് അവിടെയാണ് ഇനി ക്ലോസിങ് റെസിസ്റ്റൻസ് വന്നേക്കുന്നത്, കണ്ടോ. എക്സാക്റ്റ് ആണ്, അത് ചേഞ്ചസ് ഒന്നും വരുന്നില്ല, കണ്ടോ. എക്സാക്ട് റെസിസ്റ്റൻസ് ആണ് ഫേസ് ചെയ്യുന്നത്. സോ റെസിസ്റ്റൻസ് ലൈൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്? ഇനി ഫർദർ ഫോൾ ഇന്നത്തെ ഈ ലോഡ് ബിലോ ആയിരിക്കുള്ളൂ. ഫർദർ ഫോർ റെസിസ്റ്റൻസ് എക്സാക്റ്റ് അവിടെ റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പെട്ടെന്ന് ബുള്ളിഷ് ആവേണ്ട, കാരണം എന്താ വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാം ഇതിൻ്റെ നമ്മൾ മൂവ് കൗണ്ട് ചെയ്യണമെങ്കിൽ ഫ്രം ബോട്ടം ടു 1 2 3 4 ആൻഡ് ദെൻ 5. യെസ്, ഇതും അങ്ങനെ തന്നെ 5 മൂവ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ ഓൾസോ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഫോം ആയിട്ടുണ്ട്. എൻഡിങ് ഡയഗണലിൻ്റെ വീഡിയോ നിങ്ങൾ റെഗുലർ വ്യൂവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും എൻഡിങ് ഡയഗണൽ എന്താണ്. ദാറ്റ് മീൻസ് എൻഡ് ഓഫ് ദ സ്മോൾ ട്രെൻഡിൻ്റെ ആ ഒരു എൻഡ് ആവാൻ പോകുന്നത്. ദാറ്റ് മീൻസ് പ്രൈസ് താഴേക്ക് വന്നാലാണ് നമുക്ക് ഫർദർ ഒരു മീൻസ് നമ്മൾ കൂടുതൽ നോക്കുന്നത് താഴേക്കാണ്. മുകളിലേക്ക് പ്രൈസ് പോയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ വെയിറ്റ് ചെയ്യും, കാരണം അതാണ് ആക്ച്വൽ മൂവ്. ഓക്കെ, സോ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ എൻഡിങ് ഡയഗണൽ ഓർ ലീഡിങ് ഡയഗണൽ പറയാം. ബട്ട്
ഇപ്പോൾ ഈ ഒരു ട്രെൻഡിൻ്റെ സ്മോൾ ടൈം ഫ്രെൻഡ് എൻഡ് ആവാറായി. ദാറ്റ് മീൻസ് പ്രൈസ് താഴേക്ക് മുകളിലേക്ക് ഗ്യാപ്പ് അപ്പ് ആണെങ്കിലും ഫസ്റ്റ് ഞാൻ നോക്കുന്നത് താഴേക്ക് തന്നെ ആയിരിക്കും. ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ പ്രൈസ് ഒത്തിരി മുകളിലേക്ക് പോകാറില്ല. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, സോ ഇനി 15 ലൈൻസ് ടൈം ഫ്രെയിം ഞാൻ ഫസ്റ്റ് നോക്കട്ടെ. നിയറസ്റ്റ് റെസിസ്റ്റൻസ് ഇനി വരുന്നത് വേറൊരു സ്മോൾ ഇതാണ്. ഈ ഒരു റെസിസ്റ്റൻസ് അല്ല, ഇതാണ്. ഇത് ഫുൾ സോണായിട്ട് വരും കേട്ടോ. 49,400. ഓക്കെ, 49,400 റെസിസ്റ്റൻസ് ആണ് റെഡ് ആക്കി ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. ആൻഡ് ഈ റെസിസ്റ്റൻസ് ഇപ്പോൾ വാല്യൂ ഇത് കഴിഞ്ഞു, ഇന്നത്തെ അതിൻ്റെ വാല്യൂ കഴിഞ്ഞു. ഇനി വരുന്നത് നമ്മുടെ സപ്പോർട്ടാണ് ഇന്നത്തെ ഈ ഒരു ലോ സപ്പോർട്ട് സോണായിട്ട് മാറും. ഈ ഒരു ലോ ഇതാണ് സപ്പോർട്ട് സോണായിട്ട് മാറുന്നത്. ഓക്കെ, അതേതാണ് 48,720. അതാണ് ഇന്നത്തെ സപ്പോർട്ടായിട്ട് മാറുന്നത്. ഓക്കെ, ബാക്കി താഴത്തെ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെയാണ്, ചേഞ്ചസ് ഒന്നുമില്ല. ഓക്കെ, റെസിസ്റ്റൻസ് ഇൻ കേസ് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ആയാൽ ദെൻ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇതായിരിക്കും 49,800 ആയിരിക്കും നെക്സ്റ്റ് റെസിസ്റ്റൻസ്. ഇത്രയും ലെവൽസ് മതി ഐ തിങ്ക്. ഓക്കെ, വേറെ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നുമില്ല. ബാങ്ക് നിഫ്റ്റി സെൻസെക്സിൽ പോകാൻ നമുക്ക്. സെൻസെക്സിൽ നാളെ ഐ തിങ്ക് എക്സ്പയറി ആണ്. സെൻസെക്സ് മോസ്റ്റ്ലി ഇത് കണ്ട കപ്പൽ ഹാൻഡിലാണ് ഉണ്ടാക്കി വെക്കുന്നത്, ബട്ട് ട്രാപ്പ് ചെയ്യുന്നുണ്ട് അവർ. കാരണം ഇത് എല്ലാവർക്കും കാണാൻ പറ്റും ആ ഒരു ആ ഒരു പാറ്റേൺ. അതുകൊണ്ടാണ് അവരെല്ലാം ബ്രേക്ക് ഡൗൺ കാണിച്ചിട്ടാണ് മുകളിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ബട്ട് നമുക്കത് നന്നായിട്ട് അറിയാം, ഈ പ്രൈസ് നമ്മുടെ ഈ ഒരു ബുള്ളിഷ് സോണിലേക്കാണ് അവർ എൻട്രി ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് അത്രയ്ക്ക് വലിയൊരു ട്രാപ്പിംഗ് നടക്കുന്നത്. ബി കെയർഫുൾ, ശ്രദ്ധിക്കുക, നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. ചെറിയ സ്കാൽപ്പ് വേണമെങ്കിൽ പിടിക്കുക, കൂടുതലും ട്രേഡ് ചെയ്യേണ്ട ഇപ്പോൾ നിലവിൽ. അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, സോ ഫർദർ ഫോൾ ഇന്നത്തെ ഈ ഒരു ലോ അതിൻ്റെ ബിലോ ആയിരിക്കും ഫർദർ ഫോൾ. ഓക്കെ, റെസിസ്റ്റൻസ് ഇതാണ്. വേറെ റെസിസ്റ്റൻസ് ഇതിനകത്തൊന്നും എനിക്ക് കാണുന്നില്ല ഇപ്പോൾ. ഇത്രേ ഉള്ളൂ സെൻസെക്സിൻ്റെ ലെവൽ. പിന്നെ ഇതിൻ്റെ ഈ സ്മോൾ ടൈം ഫ്രെയിമിൽ ABC കൗണ്ട് ചെയ്യുകയാണെങ്കിൽ അത് തന്നെ പ്രൈസ് ഇവിടെ നിന്നായി ചെറിയൊരു ബുള്ളിഷ്നെസ് നോക്കുകയാണെങ്കിൽ 76,000 അബവ് ആണ്. ഇവിടെ നിന്ന് കുറച്ചൊരു ബുള്ളിഷ്നെസ് പ്രൈസ് ഇതിൻ്റെ അബവ് റെഗുലർ ബേസിസ് സസ്റ്റെയിൻ ആവുന്നത് 76,000 അബവ്. 76,070 ആണ് കാണുന്നത്. ദാറ്റ് മീൻസ് ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ അബവ്. അപ്പോഴാണ് കുറച്ചുകൂടി ഫർദർ ബുള്ളിഷ്നെസ് നമുക്ക് കിട്ടുള്ളൂ എന്ന് പറയാം. ഓക്കെ, സോ സെൻസെക്സ് നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരുപോലെയാണ്. പിന്നെ എന്തെങ്കിലും പുതിയ എന്തെങ്കിലും ന്യൂ ലെവൽസ് ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ മോർണിംഗ് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തേക്കാം. കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും ആക്റ്റീവ് ആവുക, അപ്പോഴാണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് അറിയാൻ പറ്റും.